ഡൽഹിയിൽ വായു മലിനീകരണം അതിരൂക്ഷം. വായു ഗുണനിലവാര സൂചിക 655 രേഖപ്പെടുത്തി. സർക്കാർ ഓഫീസുകളിൽ പ്രവൃത്തി സമയത്തിൽ ഡൽഹി സർക്കാർ മാറ്റം വരുത്തിയിട്ടുണ്ട്. വിനീത വിജയാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. വിനീത, അപ്പോൾ സർക്കാർ ഓഫീസുകളിൽ അതോടൊപ്പം തന്നെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫീസുകൾ ഇതിന്റെയൊക്കെ സമയക്രമം മാറ്റിയതായി ഡൽഹി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരുന്നു. ഈ സമയക്രമം എങ്ങനെയാണെന്ന് കൂടി പറയും. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീൻ ആൻഡ് പ്രവിത സൂചിപ്പിച്ചതുപോലെ തന്നെ അതിരൂക്ഷമായിട്ടുള്ള വായു മലിനീകരണമുണ്ട് ഡൽഹിയിൽ. അതിനെ തുടർന്നാണ് ഈ സമയക്രമത്തിലേക്കടക്കം മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. രാവിലെ 9 മണി മുതലായിരുന്നു ആദ്യഘട്ടത്തിൽ സമയം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 9 മുതൽ 6 മണി വരെ എന്നായിരുന്നു ആദ്യഘട്ടത്തിലെ സമയം. ഇപ്പോൾ അത് 10 മണിയിലേക്ക് മാറ്റിയിരിക്കുന്നു. 10 മുതൽ 6:30 വരെയാണ് സർക്കാർ ഓഫീസുകളുടെ സമയക്രമം ക്രമീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മുനിസിപ്പൽ കോർപ്പറേഷനിലെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കുമായിട്ടുള്ള സമയക്രമം രാവിലെ 8 മണി മുതൽ 5:30 വരെ എന്ന രീതിയിലേക്കും ക്രമീകരിച്ചിട്ടുണ്ട്. അതിരൂക്ഷമായി വായു മലിനീകരണം ഉയരുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലേക്കുള്ളൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുഖ്യമന്ത്രി രേഖാ ഗുപ്തയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനും മറ്റുമായിട്ടുള്ള ചില നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ആ യോഗത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഈ വസ്തുക്കൾ മാലിന്യങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് കത്തിക്കുന്നവർക്കെതിരെയും ഒപ്പം തന്നെ അത്തരം വ്യവസായശാലകൾ ഉണ്ട് എങ്കിൽ മലിനീകരണം ഉണ്ടാക്കുന്ന വ്യവസായശാലകൾ ഉണ്ട് എങ്കിൽ അവർക്കെതിരെയും ഒക്കെ കടുത്ത നടപടി ഉണ്ടാകുമെന്നൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലേക്ക് ഈ വായു മലിനീകരണം വർദ്ധിച്ചു വരുന്ന ഒരു ഘട്ടത്തിൽ ഈ സമയക്രമീകരണം അടക്കം ജീവനക്കാർക്കായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം പ്രതിദിനം വായു മലിനീകരണ തോത് ഗുണനിലവാര തോത് അത് അതിരൂക്ഷമാകുന്ന ഘട്ടത്തിൽ തന്നെയാണ് നിലവിലുള്ളത്. ഇന്ന് ഡൽഹിയിലെ നഗരമേഖലകളിൽ NCR മേഖലകളിലേക്ക് അടക്കം 655ലേക്ക് ഗുണനിലവാര സൂചിക എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളടക്കം അവർ നേരിടുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.